എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി നന്നായിട്ട് വളരണം, മുടി കൊഴിച്ചിൽ മാറണം, മുടി നല്ല സിൽക്കി ഷൈനി സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കണം, അതിൽ ഫ്രിസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ കെയറിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ 2025 എന്താ പറയുക, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും, ഹെയർ കെയർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് മുടിയുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചെറുതായിട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. അതുകൊണ്ട് ചെറുതായിട്ട് ക്യൂട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അല്ലാണ്ട് അത്യാവശ്യം നല്ല ഉള്ളോടുകൂടി ഇരിക്കും ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. ഇപ്പോൾ ഒന്നും അധികമായിട്ടില്ല, കുളിച്ച് കഴിഞ്ഞിട്ട് അധികം നേരം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതിനാണെങ്കിൽ നമ്മൾ ഹെയർ കെയറിൽ ചെയ്യേണ്ട ഒരു കാര്യം, വീക്ക്ലി വൺസ് നമുക്ക് ഒന്ന് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഓയിലിംഗ് ചെയ്തിട്ട് ഹെയർ മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനായിട്ട് സാധിക്കും. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കാണ്ട് വളരെ സ്മൂത്തായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പം മുടി വളരുന്നില്ല, ഒരു തരത്തിലും എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരാൾക്കാരുണ്ടാവും. അതേപോലെ ഒരു കൂട്ടർ ആൾക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മളൊരു നാച്ചുറൽ റെമഡീസ് ആയിക്കോട്ടെ, ഹെയർ ഓയിലിംഗ് ആയിക്കോട്ടെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കാണെങ്കിലും ഹെയർ മസാജിങ് വളരെ നല്ലൊരു സംഭവമാണ്. 100% വർക്കിംഗ് ആണല്ലോ. അപ്പോൾ ഹെയർ മസാജിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് പ്രൊഡക്റ്റ് അതേപോലെ തന്നെ ഹെയർ കെയർ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റൊക്കെ നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഹെയർ മസാജ് ചെയ്യാണ്ട് ഒരുപാട് ടൂൾസ് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഹെയർ മസാജർ, സ്ക്രബ്ബർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ എന്തെങ്കിലും ഉണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. വീക്ക്ലി വൺസ് എങ്കിലും ഓയിലിംഗ് ചെയ്യുക, അതേപോലെ ഹെയർ മസാജിങ് ചെയ്യുക. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, എപ്പോഴും മുടി ചീകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എപ്പോഴും അങ്ങനെ മുടി ചീകുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചീപ്പ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് മുടി ചീകളേക്കായിട്ട് നല്ലത് ദിവസം 1-2 പ്രാവശ്യം മാത്രം കേട്ടോ. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴൊന്നും ഞാൻ ഹെയർ ചീപ്പൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഈവനിങ് ടൈമിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആണ് ഞാനൊന്ന് മുടിയിൽ ഇപ്പോൾ ജടയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ചീകി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുടി പൊട്ടിപ്പോകുന്നത്, മുടി കൊഴികളൊക്കെ കുറയും. എപ്പോഴും ചീപ്പ് ഉപയോഗിച്ച് മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണെങ്കിലാണ് മുടി എന്താ പറയുക നന്നായിട്ട് കൊഴിയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചീപ്പ് ഉപയോഗിക്കണമെന്ന് കുറയ്ക്കുക. ജട ഉണ്ടെങ്കിൽ തന്നെ കൈ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പതിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ മുടി അത്രയും കൊഴിയില്ല. പിന്നെ നമുക്ക് ഗ്യാപ്പ് നമ്മുടെ ചീപ്പിൻ്റെ ഗ്യാപ്പില്ലേ, പല്ലിന് അകലുള്ള നല്ല അങ്ങനത്തെ ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിലും മുടി പെട്ടെന്ന് ഇങ്ങനെ ജട കെട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ പറയണത് വുഡൻ്റെ ചീപ്പ്. അപ്പോൾ എനിക്കങ്ങനെ അതിൽ പ്രത്യേകിച്ച് ഒരു വലിയ ഇതൊന്നും തോന്നാറില്ല. വുഡൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിലിക്കോണിൻ്റെ ആയിക്കോട്ടെ, എല്ലാ ഏകദേശം എനിക്ക് ഒരേപോലെയാണ് തോന്നിയേക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാറ്. ഞാനിവിടെ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്യാപ്പുള്ള ഒരു ചീപ്പാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചീപ്പ് മുടി ജട കളയുമ്പോൾ ശ്രദ്ധിക്കുന്നത് താഴെ നിന്ന് ആദ്യം കളഞ്ഞ് മേലോട്ട് ജട കളയുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മുടി പൊട്ടിപ്പോവില്ല, മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അതാണ് അടുത്ത ടിപ്പ്. വേറെ രണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയർ പ്രൊഡക്ട്സുകളാണ്. ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, നല്ല രീതിയിൽ വെള്ളം, ഫുഡ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഹെയർ കെയറിന് വേണ്ടിയിട്ട് വൈറ്റമിൻസ് അതേപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങൾ നല്ല വിശ്വാസമുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെപ്പറ്റി. അപ്പോൾ വേറെ കാര്യം ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം, ഹെയർ ഓയിൽ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെയർ കെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങളാണ്. ഇപ്പോൾ റോസ്മേരി എന്നുള്ളൊരു കണ്ടന്റ് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് കുറേ ആൾക്കാർ കാണുന്നതാണല്ലേ. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് ഉണ്ട്.
ആ സാധനങ്ങൾക്ക് നല്ല റേറ്റിംഗും ആണ് കേട്ടോ. അപ്പോൾ ഞാനും കഴിഞ്ഞ വർഷം തൊട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് എനിക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ ഞാൻ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ 1-2 ഡ്രോപ്സ് റോസ്മേരി ഓയിൽ ഇട്ടിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ വീക്ക്ലി 1 or 2 ഒക്കെ ചിലപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ ചെയ്യും. ചിലപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ആയിരിക്കും, ചിലപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം, എന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ഇടവിട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സമയം അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഹെയർ ഓയിലിങ്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. ഈ ഒരു ഇതിലാണ് റോസ്മേരി ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന റോസ്മേരി ഓയിൽ ഞാൻ കാണിച്ചിട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് മമ്മ എർത്തിൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. ഇതൊരു 15 ml വരുന്നുണ്ട്. എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ അത്ര പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 300 സംതിങ്ങിനൊക്കെയാണ് ഞാനിത് വാങ്ങിച്ചത്. നല്ല സാധനമാണ്. 1-2 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ വെളിച്ചെണ്ണയിൽ 1-2 ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം. ഇതിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഓയിലൊന്ന് ചെറിയൊരു ചൂടാക്കുക, ലൈറ്റായിട്ട് ചൂടാക്കുക. എന്നിട്ട് തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിലിന്. 1-2 ഡ്രോപ്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും. ഇപ്പോൾ മുടി വളരുന്നില്ല എന്ന പ്രശ്നമുള്ളവരാണെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. 100% റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഞാൻ മമ്മായത്തിൻ്റെയാണ് യൂസ് ചെയ്യണത്. ഇതല്ലാതെ നമ്മൾ ഷാമ്പൂ കാര്യങ്ങൾ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മായത്തിൻ്റെ തന്നെ ഈ ഒരു റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂവും അതിൻ്റെ കണ്ടീഷണറും ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി സാധനമാണ്. നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ട്, ഇതിൻ്റെ പേര് കണ്ടില്ലേ, ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ ആണ്. അത് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ കണ്ടീഷണറാണ്. ഇതിൽ റോസ്മേരി കണ്ടന്റും വരുന്നുണ്ട്, അതേപോലെ മേത്തി ദാന എന്നുള്ളൊരു കണ്ടന്റുമാണ് വരുന്നത് കേട്ടോ. അടിപൊളി ഷാമ്പൂ കണ്ടീഷണറാണ്. പിന്നെ എന്താ പറയുക, സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്ത ഹെയറിന് നല്ല സ്മെല്ലാണ് ഈ ഒരു ഷാമ്പൂ കണ്ടീഷണർ. ഷാമ്പൂ അടിപൊളിയാണ്. ഒരുപാട് ഹെയറിനെ ഡ്രൈ ആക്കാണ്ട് നല്ല രീതിയിൽ ജെന്റിലായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഷാമ്പൂ ആണ്. കണ്ടീഷണർ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആക്കി തരും കേട്ടോ. ഹെയർ ഫോളൊക്കെ നല്ല രീതിയിൽ കുറക്കാനായിട്ട് ഈ ഒരു കണ്ടീഷണറൊക്കെ സൂപ്പറാണ്. ഹെയർ നല്ല സ്മൂത്ത് സിൽക്കി ഷൈനി ആയിട്ടൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഷാമ്പൂ കണ്ടീഷണർ. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് ഞാനിപ്പോൾ മന്ത്ലി വൺസ്, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ക്രീം കൂടി കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ടൊക്കെ കിടക്കാനായിട്ട് ഒരു ക്രീം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെയാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഹെയർ മാസ്കുകളാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. എന്താ പറയുക, നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ്. ഇത് ഞാൻ അവോക്കാഡോയുടെ ഉണ്ട് പ്ലമ്മിൻ്റെ, അതാണ് കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. ഇതിട്ടുണ്ടെങ്കിൽ പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ എന്തെങ്കിലും കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മന്ത്ലി 2 times ഒക്കെ യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും ഇതൊക്കെ അനുസരിച്ചിട്ട് 1-2 ബോട്ടിലൊക്കെ വേണ്ടി വരും. ഞാൻ പിശുക്ക് ഒരു ബോട്ടിൽ ഒരു മാസം യൂസ് ചെയ്യും കേട്ടോ എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതാണ് സംഭവം. ഇത് അത്ര വലിയ പ്രൈസ് ഒന്നുമില്ല, 300 സംതിങ് ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ. ഇതിൽ ഷിയ ബട്ടറും സ്ക്വയർ കണ്ടന്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഹെയറിൻ്റെ നല്ല ഷൈൻ കിട്ടാനായിട്ടും അതേപോലെ ഹെയർ നല്ല രീതിയിൽ നൗറിഷ് ചെയ്യാനായിട്ടും ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അത് മുടി പൊട്ടുന്ന പ്രശ്നമില്ല, അതൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പ്ലമ്മിൻ്റെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. മന്ത്ലി വൺസ് ഒക്കെ യൂസ് ചെയ്താൽ മതിയേ. അടിപൊളി ക്രീമി ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹെയറിൻ്റെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. തലയോട്ടിലോട്ടൊന്നും ആവുന്നില്ല. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാക്കുക, എന്നിട്ട് എന്താ പറയുക, വാഷ് ചെയ്ത് കളയുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. ഇതും നല്ലതാണ്. പ്ലമ്മിൻ്റെ അവോക്കാഡോ ഹെയർ മാസ്ക് ഉണ്ട്, അതും നല്ലതാണ്. ഇപ്പം അതിൻ്റെ ബോട്ടിൽ എൻ്റെ ഇല്ല, അതിൽ തീർന്ന് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തത്. പക്ഷേ അതും നല്ലതാണ്, അഫോർഡബിളും ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ ഇപ്പോൾ ഉണ്ടല്ല ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിലായിട്ടുണ്ട്. January 13th മുതൽ 19th വരെയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 15 to 80% ഓഫ് ഉണ്ട്. ഈസി റിട്ടേൺസ് ആണ്. പിന്നെ ജസ്റ്റ് 1 day ഡെലിവറി അവൈലബിൾ ആണ്. 1500+
ബ്രാൻഡ്സിൻ്റെതും അതേപോലെ 4 lakhs plus സ്റ്റൈൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഈ ഒരു ടൈമിൽ വേണ്ട പ്രോഡക്ട്സ് ഒക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. January 19th വരെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആമസോണിൻ്റെ ഒരു സെയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല ഓഫറിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഞാൻ ഒരുപാട് ബ്യൂട്ടി, സ്കിൻ കെയർ, മേക്കപ്പ്, ഹെയർ കെയർ അതേപോലെ നമ്മുടെ കിച്ചൺ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ഇനി അടുത്തൊരു ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഹെയർ മാസ്ക്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സിറംസ് കാണിച്ചു തരാം. പ്രൈസ് അഫോർഡബിൾ ആയത് തൊട്ട് ഇത്തിരി പ്രൈസ് കൂടുതൽ വരെയുള്ളതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അതിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ ലോറിയലിൻ്റെ ഈ ഒരു ഹെയർ സിറമാണ്. ഇത്തിരി പ്രൈസ് അല്ല, 400 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. പക്ഷെ നല്ല അടിപൊളി സ്മെല്ലാണ്. നമ്മൾ വളരെ കുറച്ച് ഡ്രോപ്സ് മതി. ഹെയർ നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കും. പാറി പറഞ്ഞ് കിടക്കില്ല. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിക്കോട്ടെ, ഹെയർ അഴിച്ചിട്ടൊക്കെ ആണെങ്കിൽ നല്ല ഒതുങ്ങി നല്ല വൃത്തിയിൽ നല്ല ഷൈനിങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. ഇത്തിരി പ്രൈസ് ഉണ്ട് പക്ഷെ അടിപൊളി സംഭവമാണ് കേട്ടോ. 400 സംതിങ് ആണ് കേട്ടോ. ലോറിയലിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം ആണ്. എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നല്ല അടിപൊളിയാണ്. ഹെയർ നല്ല ലക്ഷറീസ് ആയിട്ട് വോളിയൂമിനസ് ഒക്കെ കിടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സിറാണ് സ്ട്രീക്സിൻ്റെ ഹെയർ സിറം. ഇത് പ്രൊഫഷണൽ ഹെയർ സിറാണ്. നല്ലൊരു ഗ്ലോസ് ഫിനിഷ് തരുന്ന, നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 100, 150, 150, 100, 200 അതിനുള്ളിലൊക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. നല്ല സിൽക്കി സ്മൂത്തി ഷൈനി ആയിട്ടൊക്കെ വെക്കാനായിട്ടൊക്കെ ഈ ഒരു സിറം ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും. ഇതിൻ്റെ ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലുണ്ട്. ഞാൻ ഈ വലിയ ബോട്ടിലാണ് യൂസ് ചെയ്യണത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് നിറയെ അത്യാവശ്യം ഉണ്ട്. ആകെ 1-2 പ്രാവശ്യം മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല സാധനമാണ്, അഫോർഡബിൾ ആണ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് അത്ര പിടിക്കില്ല. അതാണ് ഞാനിത് യൂസ് ചെയ്യാണ്ട് അങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ആ ഒരു ലാക്മേടെ തീർന്നിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചൊക്കെയാണ്. ഇതല്ലാതെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല റേറ്റിങ്സും നല്ല റിവ്യൂസും അഫോർഡബിളും ആണ്. നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി വരുന്ന ഒരു 200 സംതിങ് പ്രൈസ് വരുന്ന ബയോലെഗിൻ്റെ ഈ ഒരു ഹെയർ സിറം ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ കോളേജിലൊക്കെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹെയർ നല്ല ഒതുങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഹെയർ സിറം ആണ് ഇത്. ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇതിനുണ്ടെങ്കിൽ നല്ല അവോക്കാഡോ കണ്ടൻ്റൊക്കെ വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് വരും നമ്മുടെ ഹെയറിന്. ഡീപ്പ് സ്മൂത്തനിങ് സിറം എന്നാണ്. സ്മൂത്തൻ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഫ്രിസ്സൊക്കെ ഹെയറിലുള്ള ഫ്രിസ്സൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് 100 ml വരുന്നുണ്ട്. 200 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. ബയോലെഗ് കേട്ടോ. പ്രൊഫഷണൽ 6-in-1 സിറം എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല സിറമാണ് കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. നല്ല ഹെയർ നല്ല ഫ്രിസ് ഫ്രീ ആക്കിയിട്ടൊക്കെ തരും കേട്ടോ. നല്ല ഹെയർ നല്ലൊരു സിറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്ന 3 ഹെയർ സിറം. ലോറിയൽ അതേപോലെ തന്നെ ഈ ഒരു ബയോലെഗ് പിന്നെ സ്ട്രീക്സിൻ്റെ ഈ ഒരു ഹെയർ സിറം. ഈ 3 ഹെയർ സിറംസാണ് ഞാൻ യൂസ് ചെയ്യണത്. ലാക്മേൻ്റെ ഇത്തിരി പ്രൈസ് ഉണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത്രയും പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ വാങ്ങിക്കുക. അത്രയും പ്രൈസ് ഇല്ല, കയ്യിൽ അത്രയും പ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ട്രീക്സ് അല്ലെങ്കിൽ ബയോലെഗിൻ്റെ വാങ്ങിച്ചോളാം. സ്ട്രീക്സിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ബയോലെഗിൻ്റെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയർ കെയറിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാമ്പു മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഹെയർ ഓയിൽ അങ്ങനെ തന്നെ ഹെയറിൽ വെക്കാറില്ല കേട്ടോ. നമ്മൾ ചില സമയത്ത് ഞാൻ ഒരുപാട് ഹാർഷായിട്ട് ഷാമ്പു ചെയ്യാറില്ല. ജസ്റ്റ് കുറച്ചെടുത്തിട്ടാണ് ഹെയർ എന്നിട്ട് മസാജ് ചെയ്യണം. അതേപോലെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്നും ഞാൻ അങ്ങനെ ഒറ്റ പ്രാവശ്യം നമ്മൾ കുളിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ഷാമ്പു എടുത്ത് ഒരുപാട് നമ്മുടെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഹെയർ കെയറിനായിട്ട് ചെയ്തേക്കുന്നത്. ഹെയർ കെയർ പ്രൊഡക്ട്സിൻ്റെ ഇന്ന് കാണിച്ചേക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ. സെയിലിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ പ്രൈസിലും ചിലപ്പോൾ നല്ല പ്രൈസ് കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കിയിട്ടൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.